ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്, ഞങ്ങളുടെ വീക്കെൻഡിൻ്റെ എന്താ പറയുക ഒരു ഇതാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് വളരെയധികം ഹാപ്പിയാണ് ഞാൻ. ഒരു ആഴ്ചത്തെ വർക്കും ഇതൊക്കെ കഴിഞ്ഞ് ഫ്രീ മൈൻഡായിട്ടുള്ള ഒരു ഡേ ആണിന്ന്. പിന്നെ അതേപോലെ തന്നെ ഇന്ന് കമൻറ്റ് ക്വൈറ്റ് ഡേ ആണ്. അപ്പോൾ കുറേ എനിക്ക് തോന്നുന്നു ഞാൻ ലോങ് ബാക്കായിട്ട് വീഡിയോസൊന്നും ഇടാറില്ല. ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് മടിയാണ് എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഉണ്ടാവും, പക്ഷെ ഞാൻ അതിനായിട്ട് ശ്രമിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഓക്കെ, ഡെയിലി ലൈഫിൻ്റെ വീഡിയോസ് എങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ ദുബായിൽ നിന്ന് നോർവേക്ക് ഷിഫ്റ്റായി കുറേ ഇപ്പോൾ ഒരു 1 year ആവുന്നു. അപ്പോൾ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ എനിക്ക് അതിനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ നോർവേയിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ലൈഫ് സ്റ്റൈലൊക്കെ വളരെ നോർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല മക്കളെ. നെക്സ്റ്റ് ലെവലാണ്. ആ ഒരു എന്താ പറയുക, നമുക്ക് ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ അങ്ങനെ പുറത്ത് പോയി നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നോർവേ കാണാൻ. ഭയങ്കര നാച്ചുറൽ എന്ന് വെച്ചാൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു ഇത് പറയാനുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലും. അവരുടെ ആ ഒരു രാജ്യത്തിനെ ടേക്ക് കെയർ ചെയ്യുന്നത് വളരെയധികം പെർഫെക്റ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നോർവേ വെള്ളം ഏറ്റവും ബെസ്റ്റ് വാട്ടറാണ് നോർവേത്തെ വെള്ളം. അതേപോലെ സാൽമൺ ഫിഷ്, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റികൾ എന്ന് പറയാനുള്ളത്. പിന്നെ അങ്ങനെ കുറേ കുന്നും മലയും, കുറേ കുന്നിൻ്റെ മുകളിൽ വീടുകൾ, അങ്ങനെയൊക്കെയാണ് വേറെ കുറേ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ കൂടെ നമുക്ക് നോർവേ കാണാം. ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ് അനദർ എപ്പിസോഡ്. ബൈ ബൈ.